പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ കംപ്ലീറ്റ് നാളികേരം വന്ന് കൊപ്പര മുതൽ എല്ലാം ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു. എല്ലാം വലിയ വലിയ കമ്പനികളാണ് 40 ടൺ 50 ടൺ കൊപ്ര ആട്ടും. അതെല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കൊപ്ര കേടുവരാണ്ടിരിക്കാൻ അതിൽ സൾഫറിന്റെ അംശങ്ങൾ ഉണ്ടായിരിക്കും. സൾഫർ ഇല്ലെങ്കിലോ തേങ്ങ കേടുവരും. നമ്മൾ തന്നെ വീട്ടിലൊരു 2-3 ദിവസം കൊപ്ര വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടുവരും. അത് കൊപ്ര കേടുവരും. ആ കൊപ്ര കേടുവരാണ്ടിരിക്കാനാണ് അതിനെ സൾഫറിന്റെ പുക തട്ടിക്കുന്നത്. അത് ഒരിക്കലും കേടുവരില്ല, ആ വെളിച്ചെണ്ണയും കേടുവരില്ല. പക്ഷേ അത് ദേഹത്തിന് കംപ്ലീറ്റ് കേടുവരും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോൾ വന്നുള്ളത് കന്മനം ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ്. അത് അവരുടെ വണ്ടിയാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് മധുചേട്ടനാണുള്ളത്, നമ്മുടെ ഈ കമ്പനിയുടെ ഓണറാണ്. അപ്പൊ ചേട്ടനാണ് നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് പോകുന്നത്. മധുചേട്ടാ നമസ്കാരം. 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 അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാം ഒന്ന് പറഞ്ഞു തരാനായിട്ട് പറ്റുമോ? അതായത് ഞങ്ങൾ ഒരു കന്മനം ഫുഡ് പ്രൊഡക്ട്സ്, ഞങ്ങൾ വെളിച്ചെണ്ണ മാത്രം, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, വെളിച്ചെണ്ണ മാത്രമായിട്ടുള്ള ഒരു കമ്പനിയാണിത്. അത് ഞങ്ങൾ 2 തരം, അതായത് കോൾഡ് പ്രോസസ്സിങ്ങും എക്സ്പെല്ലർ പ്രോസസ്സിങ്ങും 2 തരം എണ്ണ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. ചക്കും എക്സ്പെല്ലർ. അപ്പൊ അതുപോലത്തെ 2 എണ്ണയാണ് ഇവിടെ. 2 എണ്ണയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നാളികേരം എടുക്കുന്നുണ്ട്. ഈ നാളികേരൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നത്? ഈ നാളികേരം സാധാരണ നമ്മളിപ്പം ലോക്കലി നാളികേരം എടുക്കുന്ന സമയത്ത് എല്ലാവരും വിളയാത്ത നാളികേരം കൊണ്ടുവരും. നമുക്ക് വെളിച്ചെണ്ണ പ്യുവർ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ നല്ല വിളഞ്ഞ നാളികേരം വേണം. 12 to 13 months ഓൾഡുള്ള കോക്കനട്ട് കിട്ടണം. അത്രയും മൂത്ത നാളികേരമാണല്ലേ? അപ്പൊ നിങ്ങളെ എവിടെയാ ഷോപ്പ് പോയിട്ട് ഞങ്ങൾക്ക് വേണ്ടത് തെരഞ്ഞെടുക്കും. എവിടെയാണോ സാധനങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ തെരഞ്ഞെടുക്കും. ഞങ്ങൾ അവർക്ക് 2 രൂപ ഏറെ കൊടുക്കും. ലോക്കൽ മാർക്കറ്റിനേക്കാളും 2 രൂപ ഏറെ കൊടുത്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ചേട്ടാ, അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇവിടെ ഡ്രൈവിംഗ് സിസ്റ്റം വരുന്നത്? ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് വെയിലത്ത്, അതായത് സോളാർ സിസ്റ്റം. സോളാറാണ് നമ്മൾ ഇതിൽ ഡസ്റ്റ് പ്രൂഫ് ആണ്. നമ്മൾ പുറത്തുനിന്ന് മണ്ണോ അല്ലെങ്കിൽ ഒന്നും ഇതിൽ വരില്ല, പൊടികളോ കാര്യങ്ങളോ പക്ഷികളോ ഒന്നും വരാത്ത ഡസ്റ്റ് പ്രൂഫാണിത്. 2 ഞങ്ങൾ ഉപയോഗിക്കുന്നത് വിറക് പ്ലസ് ഇലക്ട്രിസിറ്റി, അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ഡ്രയർ. 3ാമത് ഞങ്ങൾ ഇലക്ട്രിസിറ്റി മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട് പ്രോഗ്രാം. അതും ഡ്രയറാണ്. അപ്പൊ അങ്ങനെ 3 തരത്തിലുള്ള ഡ്രൈവിംഗ് സിസ്റ്റം ആണ് വരുന്നത്. ഒന്ന് ഇതേപോലെ നമുക്ക് ഔട്ട്ഡോർ ഇപ്പൊ നമുക്ക് കാണാം. നമ്മളിപ്പോ നിൽക്കുന്ന ഈ സ്ഥലം ഇത് സോളാറാണ് വരുന്നത്. ഇതിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഒരേ സമയം ഡ്രൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് ഇതിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പൊടി കാര്യങ്ങളൊന്നും അടിക്കാതെ നല്ല ക്വാളിറ്റിയിലാണ് ഇവിടെ ഡ്രൈവ് ചെയ്തെടുക്കുന്നത്. പിന്നെ വരുന്നത് നമുക്ക് എന്താ പറയാ, ഇതിപ്പോ ഇതിന്റെ ഡ്രൈവിംഗ് കാണാം, അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇവിടെ നല്ല ക്വാളിറ്റിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഡ്രയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതും പലതരത്തിലുള്ള ഡ്രയറുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കമ്പനിയുടെ നമുക്ക് നേരെ കമ്പനിയുടെ അകത്തേക്ക് പോകാനുള്ളതാണ്. ഞാൻ അവിടുത്തെ നമ്മള് സോളാർ സിസ്റ്റം കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ അവിടെ വെച്ചിട്ട് അതിന്റെ വെള്ളം പോയി അതിനൊന്ന് ഒരു 20-25% ഡ്രൈ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ നെക്സ്റ്റ് ഈ ഡ്രയറിലേക്കാണ് ഞങ്ങൾ വരിക. ഈ ഡ്രയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്ലസ് ഫയർവുഡ് ആണ്. ഇലക്ട്രിക്കും വേണം, തീ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഞങ്ങൾ ഒരു 6 to 8 hours ഇതിൽ ചെയ്യും. അതായത് ഇത് പ്രോഗ്രാമബിൾ ആണ്. ഇത് രാത്രി ഒരു 11 മണി വരെ ഡ്രയർ ഞങ്ങൾ ഓടിക്കും. അൺമാൻഡ് ആണ്. ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം ടൈമർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ അവിടെ ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ 11 മണിക്ക് ഷട്ട് ഡൗൺ ആവും ഓട്ടോമാറ്റിക്. ചേട്ടൻ തന്നെ ചെയ്തെടുത്താണ്? ഞങ്ങൾ തന്നെ ചെയ്തു. ടൈമിങ്ങിന്റെ കാര്യമൊക്കെ ചേട്ടൻ തന്നെ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ വീട്ടിൽ പോയി ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്. ഇലക്ട്രോണിക് എഞ്ചിനീയർ ആയിരുന്നു. ഇതില് ഇന്ത്യൻ സർവീസിലുണ്ടായിരുന്നു. 15 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിലായിരുന്നു. 20 വർഷം ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ എൻട്രി ചെയ്തത്. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ തോന്നിയത്? ബിസിനസ് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക്, അതായത് എന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 65ഓളം ആ ഏജാണ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് വേറെ ഒരു നമുക്കൊരു മനഃശാന്തി കിട്ടുന്ന ഒരു സമാധാനമായിട്ട് കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പൊ ഇവിടെ എന്താ പറയാ, എത്രത്തോളം സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്? ഇപ്പൊ ഞങ്ങൾക്ക് ടോട്ടൽ ഒരു 7 പേരോളം ഇവിടെ സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ചേട്ടൻ മുന്നേ ഒരുപാട് എഞ്ചിനീയർ ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം 10-15 വർഷം ദുബായിലല്ലേ? ഞാൻ 15 വർഷത്തോളം മറ്റേ ഇതിലുണ്ടായിരുന്നു, മറ്റേ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്, ലൈറ്റ് ഹൗസ് ഡിപ്പാർട്ട്മെന്റ്.
അവിടെ എഞ്ചിനീയറായിട്ട് വർക്ക് അവിടെ ചെയ്തു. എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഗൾഫിലേക്ക് പോയി. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഈ ഒരു ഡ്രയർ പറയുന്നത് നമുക്ക് ഇലക്ട്രിക്കലും കറണ്ടിലും ഉപയോഗിക്കാം അല്ലേ? ഇതിപ്പോ ഫുൾ ആയിട്ട് ഉണങ്ങിയാൽ ഇത് ചിരട്ട കുത്തി മാറ്റാൻ പോകുന്നു. എനിക്ക് ചിരട്ട കുത്തി മാറ്റാം. നമുക്ക് അതൊന്ന് കാണല്ലോ. ഓക്കെ ഞങ്ങളിപ്പോ അവിടുന്ന് എടുക്കുന്ന ചിരട്ടകളുണ്ടല്ലോ, അതായത് കൊപ്ര, ആ കൊപ്ര ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. ഇത് ഞങ്ങള് ഇത് ചിരട്ട നടത്തുന്ന സ്ഥലങ്ങൾ. ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ അതിന്റെ കംപ്ലീറ്റ് ചിരട്ട നടത്തി കഴിയും. ചിരട്ട നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിന് നെക്സ്റ്റ് 2 പ്രോസസ്സിങ്ങിലേക്ക് പോകും. ഒന്ന് കോൾഡ് പ്രോസസ്സിങ്ങും ഒന്ന് എക്സ്പെല്ലർ പ്രോസസ്സിങ്ങും. കോൾഡ് പ്രോസസ് ആണ് ഒന്നുകൂടി ക്വാളിറ്റി. കോൾഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ബിലോ 55 ഡിഗ്രിയിലാണ് ഉണ്ടാക്കുക. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അതാണ് കോൾഡ് പ്രോസസ്സിങ്. അതായത് ടെമ്പറേച്ചർ കുറച്ച് വെച്ചിട്ട് നല്ല ക്വാളിറ്റി കൂട്ടും. മറ്റേന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകും. എബോ 280 ഡിഗ്രി വരെ അത് ഉയർന്നു പോകും എക്സ്പെല്ലർ. അപ്പൊ അതിന്റെ ക്വാളിറ്റി കുറച്ച് കുറയും. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്താ പറയാ ഉണക്കി അതിനെ എന്താ പറയാ കൊപ്ര ചിരട്ട കുത്തി മാറ്റിയിട്ടുണ്ടെങ്കിൽ 2 വിഭാഗമാക്കുന്നു. ഒന്ന് നമുക്ക് ക്വാളിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ കുറച്ച്, അത് ഫുൾ ഇലക്ട്രിക് മെഷീൻ. 2 ഇലക്ട്രിക് മെഷീനിലേക്ക് പോകും. അപ്പൊ നമുക്ക് ആ മെഷീൻസ് ഒന്ന് കണ്ടാലോ? ഓക്കെ. ഇതിപ്പോ ഞങ്ങൾ അവിടുന്ന് ചിരട്ട നടത്തി കഴിഞ്ഞാല് 2 പ്രോസസ്സിങ്ങിലേക്ക് പോകും. ഒന്ന് കോൾഡ് പ്രോസസ്സിങ്, ഒന്ന് എക്സ്പെല്ലർ. അതായത് കോൾഡ് പ്രോസസ്സിങ് പറഞ്ഞാൽ ബിലോ 55 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാം ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ഇത് ചക്കിലേക്ക് പോകും. അത് ചക്കിലാട്ടല്ല. ചക്കിലാട്ടുന്ന സമയത്ത് നല്ല പ്യൂരിറ്റി ആയിരിക്കണം, അതിന് ക്വാളിറ്റി കിട്ടണം. കാരണം നമ്മൾ അതിന്റെ കോസ്റ്റ് കുറച്ച് കൂട്ടും. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ വാങ്ങിച്ചാൽ കോൾഡ് പ്രോസസ്സിങ് ഇതിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. മറ്റേ നോർമൽ ടെമ്പറേച്ചർ. ഇതാണ് അതിന്റെ മെഷീൻ വരുന്നതാണ്. നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയർ ആണ്. നമുക്ക് ചേട്ടോട് 55 ഡിഗ്രി താഴെയാണ് നമ്മുടെ ഡ്രയർ വെച്ചിട്ട് ഇവിടെ നാളികേരം ഉണക്കിയെടുക്കുന്നത്. അത് നമുക്ക് ചക്കലാട്ടാൻ വേണ്ടി അത്രയും ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണക്കിയെടുക്കുന്നത്. നമ്മുടെ ഈ ഡ്രയർ നാളികേരം അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണക്കിയിരുന്നോ? നല്ല ഉണക്കിയിരുന്നു. ഞാൻ ഇതുപോലെ തന്നെ വെറുതെ ഞങ്ങൾ ട്രയൽ നോക്കിയതാണ്. ഞങ്ങൾക്ക് ബിസിനസ് അല്ല അത്. ഞങ്ങൾ ചക്ക ഉണക്കിയിരുന്നു. ചക്ക ഞങ്ങൾ ഇതാക്കി കംപ്ലീറ്റ് ആക്കി കുറച്ച് ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടി. എന്നിട്ട് ഞാൻ ആ ചക്ക പാക്ക് ചെയ്തിട്ട് ഞാൻ വെച്ചെടുക്കും. ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി മറന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനത് ഇങ്ങനെ ഒന്നുണ്ടായിരുന്നല്ലോ ഓർത്ത് എടുക്കുന്നത്. അപ്പോഴും യാതൊന്നും കേടുപറ്റിയിട്ടില്ല. പഴയ അതുപോലെ തന്നെ അത് ഞങ്ങൾ വെള്ളത്തിൽ ഇട്ടപ്പോൾ ഒറിജിനൽ ചക്കയായിട്ട് വീണ്ടും പഴയതായിട്ട് വന്നു. അത് ഞങ്ങളത് കറി വെച്ച് ഉപയോഗിക്കുകയും ചെയ്തു അല്ലേ? ഓ, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ മെഷീനിൽ നാളികേരം ചക്കയും മാത്രമല്ല പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി ഇങ്ങനെയുള്ള എല്ലാ സാധനവും നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയറിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ചേട്ടൻ നാളികേരം ടെമ്പറേച്ചർ കുറച്ച് ഉണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡ്രയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നാളികേരം എന്താ പറയാ 55 ഡിഗ്രി താഴെ വെച്ച് ഉണക്കാനാണ് നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയർ ഉപയോഗിക്കുന്നത്. ചേട്ടൻ്റെ ചക്ക ഉണക്കിയിരുന്നു പറഞ്ഞു മുന്നേ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ചക്കയോ നാളികേരോ പച്ചക്കറികളോ പഴങ്ങളോ മീനോ ഇറച്ചിയോ എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ അടുത്ത് ഇതുപോലെ ഈ ഒരു ഡ്രയർ മാത്രമല്ല, ഇതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള പല ഡ്രയറുകളും ചെയ്യുന്നുണ്ട്. ബൾക്കായിട്ടുള്ള ഡ്രയറുകൾ ചെയ്യുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള ഡ്രയറുകളും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എല്ലാ ഡ്രയറും ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ ഡ്രയറെല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും ഡ്രയറുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ ഡ്രയർ ഇവിടെ വേറെ വരുന്നത്. ഇത് നോർമൽ ഡ്രയർ ആണ്. ഇതിലാണ് നോർമലായിട്ട് ഉണക്കുന്നത് അല്ലേ? ബാക്കി എക്സ്പെല്ലർ പ്രോസസ്സിനെല്ലാം ഇതിൽ ഉണക്കുന്നത് അല്ലേ? ഇത് ഞങ്ങളൊരു 65 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യും. ഒരു 10 ഡിഗ്രിയുടെ വ്യത്യാസം വരും. 10 ഡിഗ്രിയിൽ വ്യത്യാസം വരും. അപ്പൊ ഇനി ഇവിടുത്തെ ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്താ വരാം? ഇതിപ്പോ ഞങ്ങളിപ്പം കൊപ്ര റെഡി. ഇനി നമ്മൾ എണ്ണ എടുക്കണം. എണ്ണ എടുക്കാൻ ഞങ്ങൾക്ക് എക്സ്പെല്ലർ ഉണ്ട്, ചക്കുണ്ട്. ആ ഭാഗത്ത് വരുന്നുണ്ടല്ലേ? അപ്പൊ കൊപ്ര ഇവിടെ നിന്ന് ഫുള്ളായിട്ട് റെഡിയാവും, ഉണങ്ങി റെഡിയാവും. ഇനി ഇത് ആട്ടി എണ്ണയൊക്കെ എടുക്കുക എന്നുള്ളതാണ്. അതിന് 2 സിസ്റ്റമാണ് ഇവിടെ വരുന്നത്, ചക്കും അതുപോലെ തന്നെ എക്സ്പെല്ലറും. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടാലോ? ഞങ്ങളിപ്പം നമ്മളെവിടെ കണ്ടില്ലേ കൊപ്ര 2 പോർഷൻ. ആ 2 പോർഷനിലെ കൊപ്ര ഞങ്ങൾ പിന്നെ എക്സ്പെല്ലറിലേക്കും പിന്നെ അതുപോലെ ചക്കിലേക്കും ഞങ്ങൾക്ക് അതിന് ചെറിയ പീസായി കട്ട് ചെയ്യണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കട്ടറാണ് കൊപ്ര കട്ടർ. ഉണക്കിങ്ങനെ അടുത്ത പ്രോസസ് കട്ടിംഗ് ആണ്. നെക്സ്റ്റ് കട്ടിങ്ങിലേക്ക് പോകും. അതിന് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കൊപ്ര കൊണ്ടു വെച്ചേക്കാണ്. ഇത് ചെറിയ ചെറിയ പീസ് ആക്കണം അല്ലേ? ചെറിയ പീസ് ആക്കിയാലാണ് നമുക്ക് ചക്കിലും അതുപോലെ തന്നെ എക്സ്പെല്ലറിലും ആട്ടാനായിട്ട് പറ്റുക. അപ്പൊ അത് അടുത്ത പ്രോസസ് കട്ടിംഗ് ആണ് വരുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെഷീനിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലത്തെ വന്നിട്ട് ഇതാണ് ചക്ക്. ഇതാണ് ഞങ്ങൾ കോൾഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു. ഇതിൽ വരുന്ന തേങ്ങ 55 ഡിഗ്രി ബിലോ 55 ഡിഗ്രിയിൽ ഡ്രൈ ആക്കിയതാണ് ഞങ്ങൾ ഇതിലിടാറ്. ഇതിൽ ഉണക്കുന്നത്, ആട്ടുന്നത്.
ഇത് ആട്ടാന്ന് പറഞ്ഞാൽ ഇതിലൊരു 10% ഞങ്ങൾക്ക് എണ്ണ കുറയും എക്സ്പെല്ലറിനെക്കാട്ടും. അപ്പൊ ഇതിന് കുറച്ച് കോസ്റ്റ് കൂടും, കാരണം ഒന്ന് പ്രോസസ്സിങ് എല്ലാം കൂടിയിട്ട് കോസ്റ്റ് കുറച്ച് കൂടും. ഇത് നല്ല തണുത്ത എണ്ണയായിരിക്കും, തീരെ ചൂടുണ്ടാവില്ല. ഇതാണ് ഒറിജിനൽ എണ്ണ വെളിച്ചെണ്ണ. ഇതാണ് നല്ല ക്വാളിറ്റിയിലുള്ള എണ്ണ കിട്ടുന്ന ചക്കിന്റെ മെഷീൻ വരുന്നത്. അപ്പൊ ഇതിൽ നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയറിൽ ഉപയോഗിച്ച നാളികേരാണ് ഇതിൽ നമുക്ക് ആട്ടാനായിട്ട് ഉപയോഗിക്കുക. 55 ഡിഗ്രിക്ക് താഴെ വെച്ച് ഉണക്കിയിട്ടുള്ള കൊപ്ര. അതുപോലെ തന്നെ പിന്നെ വരുന്നത് എക്സ്പെല്ലർ അല്ലേ? പിന്നെ വരുന്നതാണ് എക്സ്പെല്ലർ. അവിടെ എക്സ്പെല്ലർ വരുന്നില്ല. അതിൽ നോർമൽ നമ്മുടെ എണ്ണ ആട്ടുന്നല്ലേ? ഇത് നോർമൽ. നമ്മൾ രണ്ടാമത്തെ ഇത് എക്സ്പെല്ലറിലേക്ക് ആട്ടേണ്ട വേറെ അവിടെ പ്രിപ്പയർ ചെയ്യും. അതും പ്ലസ് ഇതിലത്തെ ചണ്ടിയിൽ 10% എണ്ണ ഉണ്ട്, അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. അതും കൂടി ഞങ്ങൾ ഇതിലിട്ടിട്ട് ആ എണ്ണയും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞങ്ങൾ ആട്ടിയെടുക്കുക. ഇത് ആട്ടിയെടുത്ത പിണ്ണാണ്, വേസ്റ്റാണ്. ഇതിപ്പോ ഒരു ദിവസം നമുക്ക് എത്രയൊക്കെയാണ് ഇവിടെ കപ്പാസിറ്റി വരുന്നത് ടോട്ടലി? ഇവിടെ കപ്പാസിറ്റി ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ഏകദേശം 1.5 ടണ്ണാണ് ഞങ്ങൾ ഒരു ദിവസം ചെയ്യാറുള്ളത്. ഞങ്ങൾ കപ്പാസിറ്റി കൂടുതലുണ്ട്, പക്ഷെ ലിമിറ്റ് ചെയ്ത് എല്ലാവരും ബിസിനസ് ആയിട്ടല്ല ഞങ്ങൾ നടത്തുന്നത്, സർവീസ് ആയിട്ട് നടത്തുന്നതാണ്. ബിസിനസ്സിലേക്ക് ഒരു വെളിച്ചെണ്ണ കച്ചവടം ഒരിക്കലും ബിസിനസ്സിലേക്ക് പോകാൻ പറ്റില്ല, ഒന്നും കിട്ടില്ല. ഇന്നത്തെ വില 57 രൂപ. 57 രൂപ എന്ന് പറഞ്ഞാൽ നാളികേരത്തിന്റെ വില. 5 കിലോ തേങ്ങ വേണം. ഈ 5 കിലോ തേങ്ങയെന്ന് 1/3 അതിലത്തെ വെള്ളം പോയി, 1/3 അതിന്റെ ചിരട്ട പോയി. പിന്നെ അത് ഉണങ്ങി വരുന്ന സമയത്ത് എത്ര കിട്ടും? 28-30% ആണ് അതിന് കിട്ടുക. അതായത് 5 കിലോന്ന് കിട്ടില്ല 1.5 കിലോ കൊപ്ര. അതൊരു 60% ആണ് നമുക്ക് അതിന്റെ ഈൽഡ് കിട്ടുക എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ 60% പറഞ്ഞാൽ 900 ഗ്രാം കിട്ടും. 910 വേണം 1 ലിറ്ററിന്. ഓക്കെ, നമുക്ക് പറയാം 1 ലിറ്റർ, 5 ലിറ്ററിന് 1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടും. അതായത് കോസ്റ്റ് 285 രൂപ നാളികേരത്തിന്, പ്ലസ് ഇലക്ട്രിസിറ്റി പ്ലസ് ഇലക്ട്രിസിറ്റി, ലേബർ, നമ്മളിതിലത്തെ റെന്റ് എല്ലാം കൂടിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വരും? പിന്നെ ലൈസൻസ് ഫീ എല്ലാം കൂടി വലിയൊരു കോസ്റ്റ് വരും. സ്വന്തം സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നത് 280 രൂപയ്ക്കാണ് 1 ലിറ്റർ എണ്ണ. എക്സ്പെല്ലർ കൊടുക്കുന്നത്, ചക്ക് കൊടുക്കുന്നത് 300 രൂപയ്ക്കാണ്. അപ്പൊ ഇതുകൊണ്ട് ഒരിക്കലും മുതലാവില്ല, കാരണം 285 രൂപ കോസ്റ്റ് കിട്ടില്ല. ഞങ്ങൾക്ക് ചിരട്ടന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ ആ ലാഭം കൊണ്ടാണ് ഇപ്പൊ എല്ലാം പോകുന്നത്. ചിരട്ട നമുക്ക് മാസത്തെ ക്വാണ്ടിറ്റി ഉണ്ടാവും. ചിരട്ട ഞങ്ങൾക്കൊരു മന്ത്ലി ഒരു 10 to 12 കിൻഡൽ ഉണ്ടാവും. ടണ്ണ് വരും, കിൻഡൽ ടണ്ണ് വരും. ചിരട്ടേന്നാണ് ശരിക്കും നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലേ? ഇപ്പം ഒരു ടണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 16,000 രൂപയോളം വില വരുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു ചേട്ടൻ ബിസിനസ് ആയിട്ടല്ല നടത്തുന്നത്, ഒരു സർവീസ് ആയിട്ടാണ് നടത്തുന്നത്. നമുക്ക് ഒരിക്കലും ഒരു എണ്ണ ബിസിനസ് ആയിട്ട് നടത്താൻ പറ്റില്ല എന്നാണ് നമുക്ക് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും പറ്റില്ല. ഇവിടെ എത്ര സ്റ്റാഫുകൾ വരുന്നുണ്ട്? ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് 7 സ്റ്റാഫ് ഉണ്ട്. 7 സ്റ്റാഫാണ് വരുന്നത് അല്ലേ? അപ്പൊ അവർക്കൊരു വരുമാനം ആവുകയും ചെയ്യും. അവർക്കൊരു വരുമാനമായി, പിന്നെ നമുക്കൊരു ടൈം പാസ് ആയി. ഞാൻ ചോദിച്ചാലേ അവര് ടൈം പാസ്, അത്രേ ഉള്ളൂ. ഞാനും എൻ്റെ മകളുമാണ്. അവള് M.Tech കഴിഞ്ഞിട്ട് ഇവിടെ സൗദി അറേബ്യയിലാണ്, അവിടെ ഭർത്താവിൻ്റെ കൂടെ. എൻ്റെ ഭാര്യ ടീച്ചറാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വരും. ഇവിടെ 5 മണിക്ക് അവളും വീട്ടിൽ വരും, ആ സമയത്ത് ഞാനും ഇവിടെ പോകുന്നല്ലേ? അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വെളിച്ചെണ്ണ കാണാം. ഞങ്ങൾ അവിടെ അടിച്ച എണ്ണ, ഇത് നമ്മളെ സ്റ്റോറേജ് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിലാണ് ഞങ്ങൾ എണ്ണയെല്ലാം വെക്കുക. എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞാൽ ആ എണ്ണ അതുപോലെ ഫിൽറ്ററിലേക്ക് പോകും. ഫിൽറ്ററിൽ വെച്ചിട്ട് അതിനെ ഫിൽറ്റർ ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുക. അതും അണ്ടർഗ്രൗണ്ടിലേക്കാണ് എണ്ണ പോയിട്ട് സ്റ്റോർ ചെയ്യുക. ഇവിടെ അങ്ങനത്തെ സിസ്റ്റം ഇല്ല. അണ്ടർഗ്രൗണ്ടിൽ എണ്ണ പോകാന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം SS ആണ്. എല്ലാം SS ടാങ്കിൽ നിറച്ച് ഞങ്ങൾ ആദ്യത്തെ എണ്ണ ഒരു 5 to 6 ഡേയ്സ് വെച്ച് അത് സ്വയം നാച്ചുറലി ഫിൽറ്റർ ആയതിനു ശേഷം ഞങ്ങൾ നെക്സ്റ്റ് വലിയ ടാങ്കിലേക്ക് മാറ്റും. ഈ ചെറുതിൽ എത്ര ദിവസം 5 to 6 ഡേയ്സ് ഇരിക്കും. അപ്പൊ ഈ ചെറിയ ടാങ്കിലാണ് ആദ്യം എണ്ണ വരാം. ഇതിലൊരു 5-6 ദിവസം ഇരുന്ന് എണ്ണ ഊർന്ന് അത്രയും ക്ലിയർ ആയിട്ട് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് വലിയ 2 ടാങ്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വലിയ 2 ടാങ്ക് വരുന്നുണ്ട്. ഇത് ഒന്ന് ചക്കിന്റെ ഒന്ന് എക്സ്പെല്ലറിന്റെ ആണ് വരുന്നത്.
അപ്പൊ നമ്മുടെ ചെറിയ ടാങ്കിലിരുന്ന എണ്ണ ഫിൽട്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതിലേക്ക് വന്നിട്ട് ഇതില് എത്ര ദിവസം ഇരിക്കും? ഇതിലും 3 ദിവസം ഇരിക്കും. 3 ദിവസം ഇരിക്കും അല്ലെ? ഇതിലെത്തി 3 ദിവസം ഇരുന്ന് എണ്ണ അത്രയും ക്ലിയർ ആയതിനു ശേഷമാണ് പിന്നെ നമുക്ക് ഫില്ലിംഗ് അല്ലേ? നമുക്ക് ഫില്ലിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ബോട്ടിൽ? ഇതിപ്പം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ബ്ലൂ ബ്ലൂ വരുന്നത്, അതിന്റെ ക്ലാരിറ്റി തന്നെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. നല്ല ഒരു പ്യൂർ വൈറ്റ് കളർ വരുന്നുണ്ട്. വൈറ്റ് കളറാണ് വരുന്നത്. ക്യാമറയിൽ നമുക്ക് എത്രമാത്രം മനസ്സിലാവുന്ന അറിയില്ല, നേരിട്ട് കാണുമ്പോൾ നല്ല വൈറ്റ് കളറാണ് വരുന്നത്. ഇത് ബിലോ ആ 55 ഡിഗ്രിയിൽ ഞങ്ങൾ കൊപ്ര ഡ്രൈ ആക്കിയതിന്റെ ഗുണമാണ് ഈ കാണുന്നത്. ഇതാണ് ആക്ച്വൽ പ്യൂർ വെളിച്ചെണ്ണയായിട്ട്. 2 ഹാഫ് ലിറ്റർ അല്ലേ? ഹാഫ് ലിറ്റർ. ഇതാണ് നമ്മളുടെ ചക്കിലാട്ടിയ എക്സ്പെല്ലർ വെളിച്ചെണ്ണ. ഈ എക്സ്പെല്ലർ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഇത് ചൂടായതാണ്. അപ്പൊ അതിന്റെ കളറും ഇതിന്റെ കളറും കൂടി ചെറിയ വ്യത്യാസം ഉണ്ടോ? ചെറിയ വ്യത്യാസം വരും. അപ്പൊ ഈ ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നത് ഇതൊരു 280 ഡിഗ്രി വരെ ചൂടാവും. ചൂടാവുന്ന സമയത്ത് ഇതിന്റെ കെമിക്കലി ഇതിന്റെ എല്ലാം ന്യൂട്രലായി തീരും. അപ്പൊ അതിന്റെ വ്യത്യാസമാണ് കാണുന്നത്. ഇതിലൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഇതിലെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, കുറെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഒറിജിനൽ വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. പിന്നെ ഈ 2 വെളിച്ചെണ്ണയും നമ്മളിപ്പം ശരിക്കും ഒറിജിനൽ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു ബിലോ 25 ഡിഗ്രിയിൽ വരുന്ന സമയത്ത് ഇത് ഐസാവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, കട്ടയാവും. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ടയായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒറിജിനൽ വെളിച്ചെണ്ണയാണെന്ന്. മറ്റത് മായം ചേർത്ത വെളിച്ചെണ്ണയാണെങ്കിൽ അത് അത്രത്തോളം സ്പീഡിൽ ആവില്ല, അത് ഒരുപാട് ദിവസങ്ങൾ ഇരുത്താലേ ആവുള്ളൂ. ഇതിപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഇതിന് കളർ ചേഞ്ച് ആവും. സാധാരണ ഒരു കഞ്ഞിവെള്ളത്തിന്റെ കളർ വരും, കാരണം സൂപ്പർ മാർക്കറ്റിൽ തണുപ്പുണ്ട്. ഇതിപ്പം ഞങ്ങളോട് ചോദിക്കാറുണ്ട് ചില സൂപ്പർ മാർക്കറ്റുകാര്, നിങ്ങളെ വെളിച്ചെണ്ണയ്ക്ക് ഇത് ഒറിജിനലാണ്, ഇതിന്റെ കളറിൽ വ്യത്യാസം വരുന്നത് ടെമ്പറേച്ചർ വരുന്ന സമയത്ത്. കാരണം ഇത് എല്ലാം സെൻസ് ചെയ്യും, സാധാരണ മറ്റത് സെൻസ് ചെയ്യില്ല. പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ കംപ്ലീറ്റ് നാളികേരം വന്ന് കൊപ്പര മുതൽ എല്ലാം ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന എല്ലാം വലിയ വലിയ കമ്പനികളാണ്. 40 ടൺ 50 ടൺ കൊപ്ര ആട്ടും. അതെല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കൊപ്ര കേടുവരാണ്ടിരിക്കാൻ അതിൽ സൾഫറിന്റെ അംശങ്ങളുണ്ടായിരിക്കും. സൾഫർ ഇല്ലെങ്കിലോ തേങ്ങ കേടുവരും. നമ്മൾ തന്നെ വീട്ടിലൊരു 2-3 ദിവസം കൊപ്ര വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടുവരും, അത് കൊപ്ര കേടുവരും. ആ കൊപ്ര കേടുവരാണ്ടിരിക്കാനാണ് അതിനെ സൾഫറിന്റെ പുക തട്ടിക്കുന്നത്. അത് ഒരിക്കലും കേടുവരില്ല, ആ വെളിച്ചെണ്ണയും കേടുവരില്ല, പക്ഷേ അത് ദേഹത്തിന് കംപ്ലീറ്റ് കേടുവരുത്തും. അതേടാ, ഈ കന്മനം എന്നുള്ള ഈ പേരിടാൻ എന്താ കാരണം ഉണ്ടായത്? കന്മനം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേരാണ് കന്മനം. അപ്പം ഈ കന്മനം ഉള്ള പേരോട് കൂടിയിട്ട്, കാരണം എനിക്ക് ഇതൊരു സർവീസായിട്ട് മാറണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പേര് തന്നെ സെലക്ട് ചെയ്തത്. കന്മനം ഫുഡ് പ്രൊഡക്ട്സ്. അതിന്ന് വരുന്ന പേരാണ് കന്മ. അപ്പം രണ്ടും റിലേറ്റഡ് ആണ്, ഈ ദേശത്തിന്റെ പേരാണ്. ഇത് എന്നും നിലനിൽക്കണം, ഒരു സർവീസായിട്ട് മാറ്റണം, അതാണ് ഉദ്ദേശം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ എന്താ പറയാ, ഒരു ഇൻഫർമേഷൻ വീഡിയോ കൂടിയാണ്. നമ്മളിപ്പോ വരും തലമുറയ്ക്ക് ഇത് കണ്ട് നമുക്ക് വളരാന്നുള്ളതാണ്. നല്ലൊരു വെളിച്ചെണ്ണ ഇപ്പൊ ചേട്ടൻ ഇവിടെ ഇതൊരു ബിസിനസ് ആയിട്ട് നടത്തുന്നതല്ല, സർവീസ് ആയിട്ടാണ് ശരിക്കും നടത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ പേര് തന്നെ ചേട്ടൻ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് കൊടുത്തിട്ടുള്ളത്. കന്മനം കോക്കനട്ട് ഓയിൽ എന്നാണ് നമ്മുടെ പേര് വരുന്നത്. അപ്പോ എന്താ പറയാ, അപ്പൊ നിങ്ങളാണ് സത്യം പറഞ്ഞാൽ ചേട്ടനെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും. അപ്പൊ ചേട്ടൻ ഈ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ ഇതിന്ന് കിട്ടുന്നത് കംപ്ലീറ്റ് എനിക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ല. എൻ്റെ വൈഫ് ടീച്ചറാണ്, എൻ്റെ മകള് അവള് എംടെക് കഴിഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിലാണ്. കാരണം എനിക്ക് എൻ്റെ സർവീസ് ഇതുണ്ട്, എനിക്ക് എൻ്റെതായ പ്രോപ്പർട്ടികളുണ്ട്. കാരണം ഇത് ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി നടത്തുന്ന ഇതൊന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിലോ ഞാൻ അത് പുറമെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കൊടുക്കുന്നത്, അല്ലാണ്ട് ഇത് ഞാനൊരു ബിസിനസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ചേട്ടന് കിട്ടുന്നതിൽ തന്നെ ചേട്ടൻ അത് ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചാരിറ്റി വഴി.
അപ്പൊ നമുക്ക് ചേട്ടനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചേട്ടന്റെ നമ്പർ കൊടുത്തേക്കാം. കൊടുത്തന്നെ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഈ വെളിച്ചെണ്ണ എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ.